എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ അടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചക്കയുടെ അല്ല കേട്ടോ, മാങ്ങാണ്ടി പരിപ്പ് കൊണ്ടുള്ള അട. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ അച്ചാറൊക്കെ ഇടാനായിട്ട് മാങ്ങ അരിയുമ്പോൾ ഒരുമിച്ച് നമുക്ക് കുറച്ച് മാങ്ങാണ്ടി കിട്ടും. അതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഉണങ്ങുന്നത് പൊട്ടിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഉണങ്ങിയ മാങ്ങാണ്ടി പൊട്ടിച്ച് അതിൻ്റെ പരിപ്പെടുത്ത് വീണ്ടും ഒരു 3 ദിവസം കൂടെ ഉണക്കി നമുക്ക് 6 മാസം വരെയൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. സമയം കിട്ടുമ്പോൾ നമുക്ക് പലതും ഇതുകൊണ്ടുണ്ടാക്കാം. ഞാനിവിടെ ഉണക്കി പൊട്ടിച്ച് മാങ്ങാണ്ടി പരിപ്പ് എടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ കട്ട് കളഞ്ഞെടുക്കണം. 5 ദിവസമെങ്കിലും വെള്ളത്തിലിട്ട് ഡെയിലി വെള്ളം ഊറ്റിക്കളഞ്ഞ് അതിൻ്റെ കട്ടും കറയും കളഞ്ഞെടുക്കണം. അങ്ങനെ കളഞ്ഞെടുത്ത മാങ്ങാണ്ടി പരിപ്പാണിത്. ഇതിനു മുമ്പ് അട, പായസം, ഹൽവ ഇതെല്ലാം ഉണ്ടാക്കിയപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണിത് കറ കളയുന്നതെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ കുതിർത്തിയെടുത്ത മാങ്ങാണ്ടി പരിപ്പ് ഒന്നുകൂടി ഒന്ന് കഴുകി നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അടയായതുകൊണ്ട് കൂടുതൽ വെള്ളം ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് 1/2 കിലോ ശർക്കര മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്ത് തണുത്തതിന് ശേഷം ആ ശർക്കരപ്പാനി ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത്. അങ്ങനെ അരച്ചെടുത്തു. ബാക്കി കൂടി ഇതുപോലെ ശർക്കരപ്പാനി ഒഴിച്ച് അരച്ചെടുക്കാം. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് മുഴുവൻ ശർക്കരയും ചേർത്ത് മാങ്ങാണ്ടിപ്പരിപ്പ് മുഴുവൻ അരച്ചെടുത്തു. ഒരു 15 മാങ്ങാണ്ടിപ്പരിപ്പാണുള്ളത്. 1/2 കിലോ ശർക്കരയും. ചെറിയ തേങ്ങ ആയതുകൊണ്ട് ഒരു തേങ്ങ ചേർത്ത് കൊടുക്കാം. നെയ്യിൽ തേങ്ങ കൊത്തി വറുത്തിട്ടാലും നല്ലതാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. 1/2 കിലോ ശർക്കര, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 5-6 ഏലക്ക, 1 മുറി തേങ്ങ, 1/2 കപ്പ് അരിപ്പൊടി, ഗോതമ്പ് പൊടി ഏതായാലും കുഴപ്പമില്ല. ഏലക്ക, ജീരകം പൊടിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാവൊന്ന് ടൈറ്റ് ആവാൻ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അരിപ്പൊടി, ഗോതമ്പ് പൊടി ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഗോതമ്പ് പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും. നെയ്യ് കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അടയുണ്ടാക്കുന്നതിനുള്ള പരുവത്തിന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടെ പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതേ ഒരു പരുവത്തിന് കുഴച്ചെടുത്താൽ മതി. അട വേവാനുള്ള വെള്ളം ഇതിലുണ്ടാവണം. അട ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടനയിലയാണ് കഴുകി വെച്ചിരിക്കുന്നത്. പഴനയില എന്നൊക്കെ പറയും. ഇതാണ് കൂടുതൽ ഫ്ലേവറും ടേസ്റ്റും. എടനയിലയോ വാഴയിലയോ പ്ലാവിലയോ കറുകപ്പട്ടയിലോ എന്തായാലും കുഴപ്പമില്ല. ഏത് ഇലയിലായാലും ആ ഇലയുടെ ഗുണങ്ങൾ കൂടി നമുക്ക് കിട്ടും. എടനയില തുമ്പറ്റത്തുനിന്ന് മടക്കി ഇതുപോലെ മാവ് കോരി വെച്ച് ഞെട്ടിഭാഗം കൊണ്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഈർക്കിളിയുടെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ കുത്തി നമുക്ക് ആവിയിൽ വെച്ചാൽ മതി. ബാക്കിയെല്ലാം ഇതുപോലെ കുമ്പളപ്പമായിട്ട് എടുക്കാം. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ. ഇത് ധാരാളം ഫൈബറും കാൽസ്യവും പ്രോട്ടീൻ എല്ലാം ഉണ്ട്. ഡൈജഷനൊക്കെ വളരെ നല്ലതാണ്. മുടി വളരുന്നതിന് നല്ലതാണ്. പണ്ടുള്ളവരെല്ലാ വർഷവും ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. വലിയ കൽഭരണികൾ അച്ചാറിടുമ്പോൾ അതിൻ്റെ മാങ്ങാണ്ടിയൊക്കെ ഉണക്കി പരിപ്പെടുത്ത് ഇതുപോലെ ഉണ്ടാക്കുമായിരുന്നു. എൻ്റെ അമ്മ എല്ലാ വർഷവും ഉണ്ടാക്കുമായിരുന്നു. ഞാനും ഇപ്പോൾ എല്ലാ വർഷവും ഉണ്ടാക്കുന്നുണ്ട്. പഴമയുടെ രുചിയൊക്കെ എല്ലാവരും ഒന്ന് അറിയണം, ഉണ്ടാക്കി നോക്കണം. ഇനി ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ആവി വന്നു തുടങ്ങി. ഇനി നമുക്ക് ഈ അടയെല്ലാം പെറുക്കി വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ് ഇരുന്നാൽ മതി. അടച്ചു വയ്ക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അടയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ മാങ്ങാണ്ടി പരിപ്പ് അട റെഡിയായിട്ടുണ്ട്. പുറത്ത് നല്ല വേനൽ മഴയാണ്. ഒരു ചുക്ക് കാപ്പി കൂടി ഉണ്ടാക്കാം. ചുക്ക്, കുരുമുളക്, ഏലക്ക, നല്ല ജീരകം, ഉലുവ, അയ്മോദകം, പനിക്കൂർക്കയില, തുളസിയില, മധുരത്തിന് കരിപ്പട്ടി ഇതെല്ലാം ചേർത്തൊരു കരിപ്പട്ടി കാപ്പി കൂടി ഉണ്ടാക്കാം. കരിപ്പട്ടി ശർക്കര അല്ലെങ്കിൽ പനം ശർക്കര, ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ കുറുക്കുണ്ടാക്കി കൊടുക്കുന്ന ഈ
പനം ശർക്കര അല്ലെങ്കിൽ കരിപ്പട്ടി ശർക്കര ഉപയോഗിച്ചാണ്. ഞാൻ അട ഒരെണ്ണമെന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നന്നായി വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. കുറച്ച് നമ്മുടെ കൂട്ടുകാർക്ക് കൊടുക്കാം. പലരും ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല, അപ്പോൾ അവർക്ക് കൊടുക്കാം. എല്ലാവരും ഈ പഴമയുടെ രുചി അറിഞ്ഞ് ഉണ്ടാക്കി നോക്കണം. മാങ്ങാണ്ടിയൊക്കെ എറിഞ്ഞ് കളയാതെ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി എല്ലാ വർഷവും ഉണ്ടാക്കും. പല ടൈപ്പ് പലഹാരങ്ങൾ ഉണ്ടാക്കാം. ജിമ്മിൽ വർക്കൗട്ട് കഴിഞ്ഞു, ഇനി അട കൊടുക്കാം. പലരും തന്നെ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. സാധാരണ അടയല്ല കേട്ടോ, നമ്മൾ മറ്റേ ചക്കയൊക്കെ വെച്ചിട്ടല്ലേ ഉണ്ടാക്കണേ. ഇതങ്ങനെയല്ല, മാങ്ങയുടെ പരിപ്പില്ലേ അത് വെച്ചിട്ട് ചേച്ചി ഉണ്ടാക്കിയത് കേട്ടോ. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ്, അടിപൊളി, നല്ല ടേസ്റ്റ്. അട മാത്രമല്ല കേട്ടോ, പായസം, കിണ്ണത്തപ്പം, ഹൽവ, മധുരക്കഞ്ഞി, മധുരം ഇടാതെ ചെറുപയറും ഒക്കെ ഇട്ട് കഞ്ഞി ഉണ്ടാക്കാം, അപ്പം ഉണ്ടാക്കാം. പലതും ഇതുകൊണ്ടുണ്ടാക്കാം. കട്ട് കളഞ്ഞിട്ട് വേണം ഉണ്ടാക്കണമെങ്കിൽ. ചക്കയുടെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വരട്ടി എത്ര നേരം വരട്ടിയതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. ഇപ്പോൾ മാങ്ങാണ്ടി പരിപ്പ് ഉണങ്ങിയില്ലെങ്കിലും പച്ചയ്ക്കും ഉണ്ടാക്കാം, പക്ഷേ കട്ട് കളഞ്ഞിട്ടേ ഉണ്ടാക്കാവൂ. പുറത്ത് നല്ല മഴയാണ്. ഈ മഴയത്തെ ചൂട് മാങ്ങാണ്ടി പരിപ്പാടയും ചുക്ക് കാപ്പിയും നല്ല കോമ്പിനേഷനാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.